ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അമാവാസിയല്ലേ? ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. 6 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആ ഒരു കഴിവുണ്ടാകുന്നു. മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു സാമ്പത്തികപരമായ വരുമാനം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തിക പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഇതൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, തിരികെ നിങ്ങളിലേക്ക് വരും. മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും. അതുകൊണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രോഗ്രസിന് വേണ്ടിയുള്ളതാണിത്. മറ്റുള്ളവർക്ക് നിങ്ങൾ എപ്പോൾ ദാനം കൊടുക്കാൻ തയ്യാറാവുന്നുവോ, അല്ല ദാനം കൊടുത്ത് ആരും നശിക്കില്ല, അങ്ങനെയുള്ള മനസ്ഥിതിയോടുകൂടി കൊടുക്കണം. മനസ്സിലായോ? അല്ല നശിക്കാൻ വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ തിരിച്ച് നമ്മളിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ എന്താണ്, ഒന്ന് മനസ്സിലൊന്ന് പറയണം, എന്നിലേക്ക് തന്നെ തിരികെ വരണേ എന്ന്. അർഹതയുള്ളവർക്ക് ദാനം കൊടുക്കുകയും വേണം. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം കുറച്ച് സാമ്പത്തികം ലഭിച്ചെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാനും തയ്യാറാവണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരും, വരാതിരിക്കില്ല. നിങ്ങളെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോ പാഠങ്ങൾ തരുന്നത് യൂണിവേഴ്സ്. അത് മനസ്സിലാക്കണം. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഇപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യണം, സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. മനസ്സിലായോ? നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. അപാര കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആമ അതിന്റെ തോടിലേക്ക് ഇങ്ങനെ തല വലിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ചെയ്യാൻ പാടില്ല. ആമ എന്താണ്, ഒരു ശബ്ദം കേൾക്കുമ്പോൾ സ്വയം തല വലിച്ചിരിക്കും അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രശ്നങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് വലിയാൻ പാടില്ല. അതിന്റെ റിയാലിറ്റിയിലേക്ക് വരണം. എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. അപ്പോൾ മാത്രമേ വിജയത്തിലേക്ക് കുതിക്കാൻ പറ്റൂ നിങ്ങൾക്ക്. മനസ്സിലായി? ആ വിജയം നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കണം. ആ പരാജയത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ വിജയത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കുകയാണ്. അമ്മ എൻ്റെ തല ഉള്ളിലേക്ക് വലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു കംഫോർട്ട് സോണിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സക്സസ് ആണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്? അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല നിങ്ങൾ. മനസ്സിലായി? കരഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കും. ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനാണ് പ്രയാസം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് നല്ല ആക്റ്റീവായിട്ട് ധൈര്യമായിട്ടിരിക്കുവാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ്. മനസ്സിലായോ? 10,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് അത് മതി ആജീവനാന്തം കഴിയാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല, അത് പറ്റില്ല. അതുകൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കൂടെ ചെയ്ത് മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത്. വേറെ എന്തെങ്കിലും കൂടെ ചെയ്ത് കുറച്ചുകൂടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് നിന്നൊരു മുന്നേറ്റം നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സക്സസിലേക്ക് വരാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സാമ്പത്തികപരമായിട്ടൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇവിടെ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഉള്ളിലെ വെളിച്ചം കൊണ്ട് ഇൻസൈറ്റ് ഉണ്ടാവുകയാണ്. സൈക്കിക് എബിലിറ്റി വർദ്ധിച്ചു വരുന്ന ഒരു സമയം. ഉള്ളിലെ വെളിച്ചം കൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുന്നു. അതെന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വന്നതുകൊണ്ടാണ്. പ്രപഞ്ചത്തെ അറിയാൻ കഴിവുള്ള ഒരു വ്യക്തി എല്ലായ്പ്പോഴും ഇങ്ങനെ ബഹളം വെച്ച് നടക്കില്ല. സ്വയം അറിയാൻ ശ്രമിക്കും. ആ സ്വയം അറിയാൻ ശ്രമിക്കുന്ന വ്യക്തികൾ എന്തിനു ബഹളം വയ്ക്കണം? മൗനം തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അവർ മൗനത്തിലൂടെയാണ് പല കാര്യങ്ങളും സാധിക്കുന്നത് ഇവിടെ. മനസ്സിലായി? അതുപോലെ നിങ്ങളും ആവശ്യമില്ലാത്തടത്ത് പ്രതികരിക്കാൻ പോവണ്ട. ആവശ്യമില്ലാതെ ശബ്ദം വെച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളിൽ, അത്യാവശ്യത്തിനുള്ള സമയത്ത്, വേണ്ടിടത്ത് വേണ്ട പോലെ വേണം നമ്മളുടെ ശബ്ദം ഉയർത്താൻ. അല്ലാത്തപ്പോഴൊക്കെ സൈലൻസിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൈലൻസിലൂടെയാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്. എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ? അത് സൈലൻസിലൂടെയാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വേണം. ഇവിടെ ഉൾവിളിയിലൂടെ ഉൾവിളി ഉണ്ടാവുന്നു. പ്രപഞ്ചത്തെ അറിയാൻ കഴിയുമ്പോൾ മെഡിറ്റേഷനൊക്കെ നന്നായിട്ട് ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇൻസൈറ്റ് ഉണ്ടാകും. അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ എന്തൊക്കെയോ ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. അല്ലെങ്കിൽ ചില മത്സര പരീക്ഷകളാവാം. നിങ്ങൾക്ക് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും. ബൈക്കിലേക്ക് പിടിച്ചു വലിക്കാൻ ആൾക്കാരുണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കാൻ പോകരുത്. നിങ്ങൾ നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മനസ്സിലായി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വിജയത്തിലെത്താൻ, ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് വിജയം തരുന്നത്. ബൈക്കിലൂടെ ആര് വരുന്നു, അവരെങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ചുറ്റുമുള്ളവരാരും അത്രയ്ക്ക് നല്ല നിങ്ങളോട് സ്നേഹമുള്ളവരാണെന്നൊന്നും വിചാരിക്കരുത്. എല്ലാവരും നിങ്ങളുടെ പരാജയത്തെ കാണാനാണ് ഇരിക്കുന്നത്. നിങ്ങളൊരു വിജയത്തിലേക്ക് ഉദിക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം. മുന്നോട്ട് വരുന്ന വരവിൽ നിങ്ങൾ ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. മനസ്സിലായോ? ഇവിടെ അത് നേടിയിട്ടേ നിങ്ങൾ അടങ്ങിയിരിക്കാവൂ. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിലൊരു സക്സസിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തിലോ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ലൂപ്പിൽ കുടുങ്ങിയിട്ടുണ്ടാവും, ഒരു കുരുക്കിൽ പെട്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരാൻ പോകുന്നുണ്ട്. ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടിയുള്ള പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്ന് നേടുന്നതാണ് ഈ ജഡ്ജ്മെന്റ്. തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയം ജീവിതത്തിൽ ഒന്ന് മാറി ഒന്നായിട്ട് പരാജയം ഉണ്ടാകുന്നുണ്ട്. പലർക്കും അങ്ങനെ ഉണ്ടാവും. ആ പരാജയത്തിൽ നിന്നും നിങ്ങൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ആ പരാജയം എന്തുകൊണ്ടാണ്? അടിക്കടി പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയുടെ കുറവുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ തന്നെയാണ് ഇത് നിങ്ങൾക്ക് സംഭവിക്കാൻ കാരണം. എന്തിനും എല്ലായ്പ്പോഴും യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ് ജീവിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ജീവിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ പോലും ഇതെനിക്ക് തന്നതിന് ദൈവമേ നന്ദി, യൂണിവേഴ്സിന് നന്ദി. ഒരു മിനിറ്റ് നേരത്തേക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എന്ത് ഗിഫ്റ്റ് കിട്ടുന്നു, എന്ത് പ്രോഗ്രസ് ജീവിതത്തിൽ ഉണ്ടാകുന്നു, എല്ലായ്പ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. സന്തോഷം മാത്രം ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ഒരു ജഡ്ജ്മെന്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ദൈവം തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു അധ്യായം തരികയാണ് ഇവിടെ. സന്തോഷം നിറഞ്ഞ ഒരു
ജീവിതത്തിന്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എല്ലാവിധത്തിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും സാമ്പത്തികം നേടിയെടുക്കാനുള്ള കഴിവുണ്ടാകുന്നു. അതെങ്ങനെയാണ്? ആ വഴിയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വഴി നിങ്ങൾക്ക് ഈ വീട്ടിലിരുന്നാലും സാമ്പത്തികം കയ്യിൽ വേണമെങ്കിൽ എന്താണ്, കുറേ ഗുണങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മനസ്സിലായി? പറഞ്ഞതുപോലെയുള്ള ചില നല്ല നല്ല ഗുണങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും സാമ്പത്തികം നേടിയെടുക്കാൻ സാധിക്കും. ഒരു ഗ്രോത്ത് വരും നിങ്ങളിലേക്ക്. പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു നല്ല ഹീലറാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ടീച്ചറാവാം, എന്തെങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില ജോലി കിട്ടാനും അതുപോലെ സാമ്പത്തികം ലഭിക്കാനും ഉള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയം വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ? ജീവിതത്തിൽ ഒരുപാട് പരാജയം വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ജഡ്ജ്മെന്റ് ലഭിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല സമൃദ്ധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഈ സമൃദ്ധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമാക്കി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നുണ്ടാവും. മറ്റുള്ളവരുടെ സ്വാർത്ഥത, നിങ്ങളുടെ ഐശ്വര്യം കണ്ടിട്ടുള്ള അസൂയ, ഇതൊക്കെ മറ്റുള്ളവർക്കുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനം സിദ്ധിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ടവർ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറിച്ചുപോയ കിരീടം ഉണ്ടാവും. ആരുടെയെങ്കിലുമൊക്കെ കിരീടം ഇവിടെ തെറിച്ചു പോയിട്ടുണ്ടാവാം. കിരീടം വെച്ച് രാജാവിനെ പോലെ വാഴുന്ന ഒരു വ്യക്തിയാവാം നിങ്ങൾ ചിലപ്പോൾ. അവിടെ ആയിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളത് പല കാര്യങ്ങളും. പക്ഷെ വീണ്ടും അത് കഴിയുമ്പോൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. തെറിച്ചുപോയ കിരീടത്തിനേക്കാളും പത്തരമാറ്റ് ഉള്ള ഒരു കിരീടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അതിനേക്കാളും നല്ല നഷ്ടപ്പെട്ടതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്നാണ് കാണുന്നത്. പിന്നീട് കാര്യങ്ങളെ മനസ്സിലാക്കി ഇവിടെ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളെ വളരെയധികം പോസിറ്റീവായ ലൈഫിലേക്ക് നയിക്കുന്നതാണെന്നാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ജഡ്ജ്മെന്റിലേക്ക് വരുന്നത് എന്നും കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രോഗ്രസ് ഉണ്ടാവുന്നു. പല വിധത്തിലും ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ എംപററാണ്, കണ്ടില്ലേ? ഇത്തരം മുൻപേ വരുമ്പോൾ കണ്ട ഇവിടെ തെറിച്ചുപോയ കിരീടം എന്ന് പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ അതിനേക്കാളും നല്ല വിലപിടിപ്പുള്ള കിരീടം നിങ്ങൾക്ക് ഇവിടെ ചാർത്താൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിന് ഇതുവരെ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ജഡ്ജ്മെന്റിലേക്ക് വന്നു, ടവർ സംഭവിച്ചു, ടവർ മൊമെന്റ് വന്നു, അത് കഴിഞ്ഞ് ജഡ്ജ്മെന്റിലേക്ക് വന്നു. ഇനി എന്താണ്? ഉയരങ്ങളിലേക്ക് വരികയാണ്, സ്റ്റെബിലിറ്റിയിലേക്ക് വരികയാണ് ജീവിത സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത, അതുമല്ല സാലറി ഒക്കെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പെർമനന്റ് ആവാനുള്ള സാധ്യത, ജോലി പെർമനന്റ് ആവാനുള്ള സാധ്യത ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ ജീവിതത്തെ ഒരു കൃത്യനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ ജീവിതചര്യകൾ പാലിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ തലയെടുപ്പോടുകൂടി ഒരു അതോറിറ്റി പവറിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. മനസ്സിലായി? നല്ലൊരു അതോറിറ്റിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്.
ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ മജിഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു. നിങ്ങൾ എന്തിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയാണോ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങളിലേക്ക് വന്നു ചേരും. മനസ്സിലായി? ഇന്നത്തെ ദിവസം എന്താണ്? അമാവാസിയല്ലേ? ഇന്ന് മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ്. പലരും പറയാം അമാവാസി കൊള്ളില്ല എന്ന്. പക്ഷെ അമാവാസി ദിവസമാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ മൂൺ വരുമ്പോഴേക്കും, പൗർണമി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചില കാര്യങ്ങളൊക്കെ സാധ്യമാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആവേശത്തിന്റെ കാര്യമാണോ, ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് എന്താണോ, അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റായി വരും എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും നിങ്ങൾക്ക്. പല കാര്യങ്ങളും അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ജീവിതത്തിന്റെ നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ജീവിതത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്നു ഇന്നത്തെ ദിവസം എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ? ചിലർക്ക് അമാവാസി വരുമ്പോൾ ഇമോഷൻസ് ഹൈ ആവാം, ചിലർക്ക് ലോ ആവാം, അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി നമുക്ക് മൂൺ കാർഡ് കൂടെ ഒന്ന് നോക്കാം. കാരണം അമാവാസിയല്ലേ. നോക്കാം മൂണിന്റെ എനർജി എന്താണ് ഇന്ന് നിങ്ങൾക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സറണ്ടർ ടു ദ ഡിവൈൻ. കണ്ടില്ലേ? ഫുൾ മൂൺ ആണ്. ഫുൾ മൂൺ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം സറണ്ടർ ചെയ്യൂ, ഡിവൈനിലേക്ക് കീഴടങ്ങൂ. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതൊക്കെ ഡിവൈനിലേക്ക് സമർപ്പിക്കുക. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യും, ഞാനിത് സമർപ്പിച്ചിരിക്കുന്നു, ഞാനൊരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്നു, എനിക്കത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ മറ്റുള്ള പല കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം പറഞ്ഞ് ഞാനിത് അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരും. കണ്ടല്ലോ? ഫുൾ മൂൺ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. നമുക്ക് പല കാര്യങ്ങളുണ്ടാവാമല്ലോ. അപ്പൊ നിങ്ങൾ ഇന്ന് എടുക്കുന്ന കാര്യങ്ങളിൽ എന്താ വേണ്ടത്? നല്ല പോലെ ധൈര്യം ഉണ്ടാവണം, ബോൾഡ് ആവണം, നല്ല സ്മാർട്ട് ആവണം, ധൈര്യം കൊണ്ടുവരിക. അല്ലാതെ ഭീരുവായി മാറാൻ പാടില്ല. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് മൂവ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് മൂവ് എടുക്കാൻ. ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നിങ്ങൾ തുടക്കം കുറിക്കുമല്ലേ ഒരു കാര്യത്തിന്. നിങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ ധൈര്യത്തെ കൊണ്ടുവരണം, വിശ്വാസത്തെ കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്ന് നോക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇവിടെ ഈ ഒരു മൂൺ വളർന്നുകൊണ്ടേയിരിക്കും. ഫുൾ മൂണിലാവും. ആഗ്രഹം സഫലമായി കിട്ടും എന്നുള്ളതാണ്. ഒരു കാർഡ് കൂടെ നോക്കാവേ. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. കണ്ടില്ലേ? ഇന്ന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ? ഇന്ന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ? അതെന്താവും? അവിടെ സഫലമാകാൻ തുടങ്ങുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സഫലമാക്കി എടുക്കാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നിങ്ങൾ കുതിച്ച് മുന്നോട്ട് ചാടൂ. നിങ്ങൾ മാനിനെ പോലെ, ഇവിടെ ഒരു മാനിനെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് മുന്നോട്ട് കുതിക്കൂ ഇത് നേടിയെടുക്കാൻ വേണ്ടി. അത് നിങ്ങൾക്കിവിടെ പേയിങ് ഓഫ് ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കാര്യത്തിന് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഡിവൈൻ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ മൂൺ എനർജി എന്ന് പറയുന്നത്. വളരെ നല്ല എനർജിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.